മാതാപിതാക്കളോടുള്ള കടമകൾ താങ്കളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ അവനെയല്ലാതെ ആരാധിക്കരുത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം പിടിപെട്ട് താങ്കളോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. കാരുണ്യപൂർവ്വം താഴ്മയുടെ ചിറക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം പ്രാർത്ഥിക്കുക, എൻ്റെ നാഥ, കുട്ടിക്കാലത്ത് അവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണേ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യം അള്ളാഹുവിനെ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്തതായി മാതാപിതാക്കൾക്കുള്ള നന്ദിയും അതിലേക്ക് ചേർത്തു പറഞ്ഞു. ഇതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹം ആയതാണ്. മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? തഫ്സീർ ഖാസിൻ വിവരിക്കുന്നു, 5 നിർദ്ദേശങ്ങളാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹു നൽകുന്നത്. വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാക്കുകൾ അവരോട് പറയരുത്. അവരെ എതിർക്കരുത്. അവരോട് മയത്തിലും മാന്യതയിലും സംസാരിക്കുക. അവരിഷ്ടപ്പെടുന്നതൊന്നും തടയാത്ത രൂപത്തിൽ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. അവർക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞു, അവർക്ക് വിമ്മിട്ടം, അനിഷ്ടം വരുത്തുന്ന ഛേ പോലുള്ള പ്രയോഗങ്ങൾ ഒന്നും പറയരുത് എന്ന്. ഹദീസ് ശ്രദ്ധിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശപിക്കൽ വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കളെ ശപിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറയുമ്പോൾ അയാൾ തിരിച്ച് ആദ്യത്തെയാളുടെ പിതാവിനെ ചീത്ത പറയും. ഒരാൾ മറ്റൊരാളുടെ മാതാവിനെ ചീത്ത പറയുമ്പോൾ തിരിച്ച് മാതാവിനെയും ചീത്ത പറയും. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കൽ ഇബാദത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അയാളുടെ മൂക്ക് നിലം പതിക്കട്ടെ, നശിക്കട്ടെ, ഇപ്രകാരം 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണവർ? നബിയോട് ചോദിക്കപ്പെട്ടു. വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളോ അവരിൽ ഒരാളെയോ ലഭിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവരാണവർ. മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണം. അതിൻ്റെ ഭാഗമാണ് അവരുടെ സുഹൃത്തുക്കളോട് നല്ല രൂപത്തിൽ പെരുമാറൽ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിലുള്ള പിതാവിന് ഗുണം ചെയ്യാൻ ഉദ്ദേശിച്ചവൻ പിതാവിൻ്റെ സഹോദരങ്ങളുമായി ബന്ധം പുലർത്തട്ടെ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ എന്നുള്ളതും നബി താഹ തന്നെ പറഞ്ഞതാ. അത് ഇബ്നു ഹിബ്ബാൻ തന്നെ സ്വഹീഹിൽ വന്നതാ. വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കൊടുക്കുന്നതാ, മൗത്തിൻ്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ.